CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ഹിറ്റ്ലറിൻ്റെ അതേ പദ്ധതി തന്നെയാണ് RSS നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ചെറുപ്പത്തിലെ അവരെ പിടിക്കൂ എന്നതായിരുന്നു ഹിറ്റ്ലറിൻ്റെ നിലപാട്. NEP നടപ്പിലാക്കുന്നതിലൂടെ അതേ ഫാസിസ്റ്റ് നിലപാടാണ് RSSഉം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞിരുന്നത്. ഇത് ശരിക്കും കേട്ടപ്പോൾ വളരെ വില കുറഞ്ഞതായിട്ടുള്ളൊരു പ്രസ്താവനയായിട്ടാണ് തോന്നിയത്. ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ കോമഡിയാണ്. കാരണം നമുക്കറിയാം ബിനോയ് വിശ്വത്തിൻ്റെ മക്കളെല്ലാം പഠിക്കുന്നത് എവിടെയാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ബിനോയ് വിശ്വത്തിൻ്റെ മക്കളെല്ലാം പഠിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. അതിപ്പോൾ അത് തന്നെ വ്യക്തമാണല്ലോ. അദ്ദേഹം എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം തിരഞ്ഞെടുത്തില്ല? മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം തിരഞ്ഞെടുത്തില്ല? തുല്യതയുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യത പാലിക്കുന്ന, ഫാസിസം ഒന്നും ഒട്ടുമില്ലാത്ത, ജനാധിപത്യം പൂത്തെളിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം അദ്ദേഹം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല? അതിൽ നിന്ന് കാര്യം വ്യക്തമാണല്ലോ. അദ്ദേഹത്തിൻ്റെ മക്കൾ പഠിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മരുമകൻ എനിക്ക് തോന്നുന്നു ഡോക്ടറേറ്റ് വരെ നേടിയിട്ടുള്ളത് വിദേശ രാജ്യത്ത് നിന്നുകൊണ്ടാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് വ്യക്തമല്ലേ? നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ എത്ര സ്കൂളുകളിൽ PMC നടപ്പാക്കിയിട്ടുണ്ട്? അല്ല, PMC നടപ്പാക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അല്ല, ഞാൻ ചോദിക്കുന്ന എത്ര സ്കൂളുകളിൽ PMC നടപ്പാക്കിയിട്ടുണ്ട്? കേന്ദ്ര വിദ്യാലയം അടക്കമുള്ള പല സ്കൂളുകളിൽ, മാഹി അടക്കമുള്ള മാഹിയിലെ പല സ്കൂളുകളിൽ PMC നടപ്പാക്കിയിട്ടുള്ളതല്ലേ? അല്ലെ, താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. PMC നടപ്പാക്കിയിട്ടുള്ളതല്ലേ? അവിടെയെല്ലാം സിലബസിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ BJPയുടെ സിലബസ് ആണോ, അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികളുടെ സിലബസ് ആണോ അവിടെ പഠിപ്പിക്കുന്നത്? അപ്പോൾ ഇതെല്ലാം ബിനോയ് വിശ്വത്തിന് അറിയാഞ്ഞിട്ടാണോ ഈ ഒരു പദ്ധതി എതിർക്കുന്നത്? ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരന്റെ നിലവാരത്തിലേക്ക് ബിനോയ് വിശ്വം താഴുന്നു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിട്ട് ഇപ്പൊ എന്തായി? അതുമാത്രമല്ല, ഇവരുടെ മുന്നണിയിൽ ജനാധിപത്യം ഉണ്ടോ? ഇവരുടെ മുന്നണിയിൽ ഫാസിസം അല്ലേ? CPM തന്നെ പുലർത്തിക്കൊണ്ടിരുന്ന ഒരു വലിയേറ്റ മനോഭാവം. അല്ല, മുന്നണിയിൽ ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള. മാത്രമല്ല, പിണറായി വിജയൻ ആരോടും പോയി ചോദിക്കാതെയാണ് PMCയിൽ ഒപ്പിട്ടത്. അതുകൊണ്ട് അതും യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇവർ ഈ ഫാസിസത്തിനെതിരെ നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന ബിനോയ് വിശ്വം, ഇവരുടെ ആ ഒരു ഭരണപരമായിട്ടുള്ള പരാജയം എന്ന് പറയുന്നത് ഇവരുടെ നിലപാട് എന്താണ്? ഇവരുടെ മുന്നിൽ തന്നെ ഇവരുടെ ഒരു പ്രതിശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ആ ഇലക്ഷൻ ടാഗ്ലൈൻ എന്ന് പറയുന്നത് തന്നെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളതായിരുന്നു. ഏറ്റവും വലിയ ഫാസിസ്റ്റ്, അത് ഏറ്റവും വലിയ ഫാസിസമാണല്ലോ. അപ്പൊ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റം, അല്ലെങ്കിൽ ഫാസിസത്തെ നെഞ്ചോടി താലോലിക്കുന്ന ഒരു പ്രതിശാസ്ത്രമല്ലേ? അതിൽ ജനാധിപത്യം ഉണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് ബിനോയ് വിശ്വത്തിന് പറയാനുള്ളത്? അപ്പോൾ ബിനോയ് വിശ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ബിനോയ് വിശ്വത്തിൻ്റെ മക്കളെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൈവരിക്കുകയും അവരെല്ലാവരും തന്നെ ഇപ്പോൾ ലോകോത്തര നിലവാരമുള്ള പല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയും അതിനുശേഷം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്ക് അവർക്ക് ആ ഒരു വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് എത്തരുത് എന്നുള്ളൊരു മനോഭാവമാണ് ബിനോയ് വിശ്വത്തിനുള്ളത്, അല്ലേ? കാരണം നമുക്കറിയാം കേരളത്തിലെ പല സ്കൂളുകളിൽ PMC നടപ്പാക്കാനുള്ള സ്കൂളുകളിൽ നല്ല സ്റ്റാൻഡേർഡ് അല്ലേ ഉള്ളത്? മാഹിയിലടക്കം അതോടൊപ്പം തന്നെ പല കേന്ദ്ര വിദ്യാലയങ്ങളിലടക്കം നല്ല സ്റ്റാൻഡേർഡോട് കൂടിയിട്ടാണ് അവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ തരത്തിൽ കമ്മ്യൂണിസം പോലുള്ള പുഴുക്കുത്തുകളിലേക്ക് നമ്മുടെ ഈ പറയുന്ന വിദ്യാർത്ഥികൾ കടന്നു വരില്ല എന്ന് ബിനോയ് വിശ്വത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ട്. ഇപ്പം ബിനോയ് വിശ്വത്തിന്റെ മക്കൾ മാത്രമല്ല, പിണറായി വിജയന്റെ മക്കളും നല്ല സ്ഥലത്താണ്. പിണറായി വിജയന്റെ മകള് പഠിച്ചത് സ്വകാര്യ സ്ഥാപനത്തിലാണ്, അമൃതയിലാണ്, സ്വകാര്യ സ്ഥാപനത്തിൽ. മറ്റെവിടെയാണ് പഠിച്ചത്? ബർമിംഗ്ഹാമിലാണ് പഠിച്ചത്, UK പഠിച്ചത്. അതും നമ്മൾ ഓർക്കണം. കോർപ്പറേറ്റ് കുത്തകയായിട്ടുള്ള UK മകനും പഠിച്ചത്, അതും നമ്മൾ ഓർക്കണം. പിന്നെ അതും മാത്രമല്ല, പിണറായി വിജയന്റെ മകൻ എവിടെയാണ് പഠിക്കുന്നത്? KV സ്കൂളിലാണ്. ആ KV സ്കൂളിൽ PMCയുടെ അണ്ടറിലുള്ള സിലബസ് ആണുള്ളത്. അതും ഇവർ മറന്നു പോവുകയാണ്. ആദ്യം കുറഞ്ഞ പക്ഷം ഇവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ മക്കള് നല്ല സ്ഥലത്ത് നല്ല നിലയിൽ പഠിച്ചിട്ട് ഉയർന്ന നിലയിലൊക്കെ എത്തും, സാധാരണക്കാരായിട്ടുള്ളവരുടെ മക്കൾ ഗതി പിടിക്കരുത്. സാധാരണക്കാരായിട്ടുള്ള മക്കൾ ഗതി പിടിക്കാത്തത് കൊണ്ടാണല്ലോ കമ്മ്യൂണിസം നിലനിൽക്കുന്നത്. എവിടെ ദാരിദ്ര്യമുണ്ട്? അങ്ങനെ ഗതി പിടിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ ഈ ED അന്വേഷണം വരുമ്പം ED ഉദ്യോഗസ്ഥരുടെ കാറിന് കല്ലെറിയണമെങ്കിൽ ഗതി പിടിക്കാൻ പാടില്ല. കാറിന് കല്ലെറിയുന്ന ആൾക്കാരെ ഉണ്ടാക്കണമെങ്കിൽ ഗതി പിടിക്കാത്തവരുണ്ടാകണം. അതാണ് നമ്മൾ ആ ഒരു കല്ലെറിഞ്ഞ വ്യക്തിയുടെ വീട് നമ്മൾ കണ്ടതല്ലേ? ആ ഒരു വീടും നമ്മൾ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള ഒരു വ്യക്തിയുടെ വീടും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കി, എന്തുമാത്രം അന്തരമുണ്ടാവും? ആ കല്ലെറിഞ്ഞ വ്യക്തിയുടെ വീട് എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുന്നതല്ലേ? അപ്പൊ സ്വന്തം വീടിനെ പോലും നന്നാക്കാൻ കഴിയാത്ത വ്യക്തികൾക്ക് എങ്ങനെയാണ് സ്വന്തം നാട് നന്നാക്കാൻ കഴിയുന്നത്? അപ്പൊ ഇതിൽ നിന്ന് തന്നെ നല്ല ഒരു അന്തരമില്ലേ? ഇതിൽ നിന്ന് തന്നെ നല്ല ബോധ്യം ഉള്ളതല്ലേ? ഇതിൽ പിന്നെ എന്നിട്ട് അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ചെറുപ്പത്തിലെ അവരെ പിടിക്കുന്നതായിരുന്നു ഹിറ്റ്ലറിന്റെ നിലപാട്. ബാലസംഘം എന്ന് പറഞ്ഞൊരു എന്തേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതൊന്നും ഇല്ലാതെ പോയത്? അതെ, ബാലസംഘം ചെറുപ്പം മുതലേ കുട്ടികളെ പിടിക്കുന്ന
കുട്ടികളെ അതിലേക്ക് ചേർക്കുന്ന, ചെറുപ്പം മുതലേ കമ്മ്യൂണിസ്റ്റ് ബോധം കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയിലൂടെയാണ് ബാലസംഘം പ്രവർത്തിക്കുന്നത്. SFI പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്, DYFI പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ ചെറുപ്പം മുതലേ കുട്ടികളെ പിടിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ പാർട്ടിയിൽ തന്നെ ഇങ്ങനെ ചെറുപ്പം മുതലേ കുട്ടികളെ പിടിക്കുന്ന ഒരു സംവിധാനം ഉള്ളപ്പോൾ അത് മറ്റുള്ളവർ ചെയ്യുമ്പം എന്തുകൊണ്ടാണ് ബിനോയ് വിശ്വത്തിന് പ്രശ്നമാകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മദ്രസകൾ കേരളത്തിൽ, ഇന്ത്യയിൽ എത്ര ഇതിന് പ്രശ്നമാകുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSSും ഒരേ കാലയളവിൽ രൂപീകരിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അല്ലെ. 1925 കാലയളവിൽ രൂപീകരിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്, രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്താണ്? RSSന്റെ സ്ഥിതി എന്താണ്? RSS എവിടെ എത്തി നിൽക്കുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു? അപ്പോൾ അതിനെ തുടർന്നുള്ള ഒരു കുശുമ്പാണ് ശരിക്കും ബിനോയ് വിശ്വം പ്രകടിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. അതുമാത്രമല്ല, കാപട്യത്തിന്റെ ആൾരൂപമാണ് ബിനോയ് വിശ്വം എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. സ്വന്തം മക്കളെയും സ്വന്തം മരുമക്കളെയും അന്താരാഷ്ട്ര നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിലെല്ലാം പഠനം നടത്തുകയും അതോടൊപ്പം തന്നെ തങ്ങൾക്ക് വേണ്ടി കല്ലെറിയാൻ വരുന്നവർ ഈ സാധാരണ പള്ളിക്കൂടങ്ങളിൽ പഠിച്ചോട്ടെ എന്നൊരു നിലപാടെടുക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്നുള്ളത് വസ്തുതാപരമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഇവർ ചെറുപ്പം മുതലേ കുട്ടികളെ മതം പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതാണ് ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത്, അതാണ് NEP ഉള്ളത് എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബിനോയ് വിശ്വം ഏറ്റവും ആദ്യം എതിർക്കേണ്ടത് മദ്രസകളെയാണ്. അതിനെതിർക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിയുമെന്ന് തോന്നുന്നുണ്ട്. മദ്രസകളാണ് ചെറുപ്പം മുതലേ കുട്ടികളെ പിടിച്ചുകൊണ്ട് മതം പഠിപ്പിക്കുന്നത്. ബിനോയ് വിശ്വത്തിന്റെ ഏതെങ്കിലും ഒരു പ്രസ്താവന നമ്മൾ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ മദ്രസകൾ ചെറുപ്പം മുതലേ കുട്ടികളെ മതം പഠിപ്പിക്കുന്നത് അത് ഫാസിസത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല നമ്മുടെ വഖഫ് ആക്ടിനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഈ ബിനോയ് വിശ്വത്തിന്റെ നിലപാട് എന്താണ്? അപ്പോൾ ഇതെല്ലാം വെറുതെ ഒരു ഇരട്ടത്താപ്പ് മാത്രമാണല്ലോ. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ഇപ്പോൾ CPMന്റെ ബേസ് ആയിട്ടുള്ള ഈഴവ വോട്ട് വൻതോതിൽ അവർക്ക് നഷ്ടപ്പെട്ടു. ഈ ബിനോയ് വിശ്വത്തെ പോലുള്ളവരുടെ ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹം കുറെ കൂടി ആർജവത്തോടെ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും അവരുടെ ബേസ് നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സമ്പൂർണ്ണമായിട്ടും ഇഴവ വോട്ട് CPMൽ നിന്ന് അകന്നു പോരാൻ മാത്രമേ ഈ ഇത്തരത്തിലുള്ള പ്രസ്താവനകളോട് സഹായകരമാവുള്ളൂ. കാരണം നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് പ്രബുദ്ധരാണ്. സ്വന്തം മക്കളെ ഈ പറയുന്ന അന്താരാഷ്ട്ര നിലവാരങ്ങളിലേക്ക് തള്ളിവിടുകയും അതോടൊപ്പം തന്നെ അന്യന്റെ മക്കളെ സാധാരണ ആർക്കും ഒരു നിലവാരവും ഇല്ലാത്ത സിലബസിലേക്കും ഒരു നിലവാരവുമില്ലാത്ത സ്കൂളുകളിലേക്കും അയക്കുന്നതിന്റെ ആ ഒരു കപടതയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെ ഫാസിസം എന്ന് ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്നു. ഇവരുടെ മുന്നണിയിൽ ഫാസിസം എന്ന് പറയുന്നതല്ലേ, ഇവരുടെ മുന്നണിയിൽ യഥാർത്ഥത്തിൽ ഫാസിസം അല്ലേ അഴിഞ്ഞാടുന്നത്? യഥാർത്ഥത്തിൽ മുമ്പ് ഇവരുടെ ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ കഴിയുമായിരുന്നു. പിണറായി വിജയന്റെ മുന്നിലൊക്കെ അഭിപ്രായം പറയാൻ കഴിയുമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി അല്ലേ? അങ്ങനെ ഒരു തൻ്റെ ഇടത്തോടു കൂടി കൊണ്ട് ഒരു നിലപാടെടുക്കാൻ പോലും ഇവരുടെ ഗവൺമെന്റ് ഉള്ള കാലത്ത് സാധിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളൊരു ഫാസിസം കണ്ടതാണ്. എന്താണ് ആ ഫാസിസം? ആ ഫാസിസം LDF അല്ലാതെ മറ്റാരുണ്ട്? LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളത് ഒരു വലിയ ഫാസിസം. മറ്റൊരു ഫാസിസം എന്ന് പറയുന്നത് ഈ കുലംകുത്തിക്ക് വോട്ടില്ല, മാപ്പില്ല, G. സുധാകരന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ തെറിവിളി നടത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭമാണ് നടത്തിയത്. അദ്ദേഹം ഒരു അഭിപ്രായമാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അഭിപ്രായമാണ് ആര് പറഞ്ഞത്? അല്ല, പാർട്ടിയുമായി പാർട്ടിയുമായി അഭിപ്രായ ഭിന്നതയുള്ളതിന്റെ പേരിൽ പാർട്ടി ഉപേക്ഷിക്കുന്നവരോട് ഇവർക്ക് എന്ത് തരത്തിലുള്ള സഹിഷ്ണുതയാണുള്ളത്? അതെ, അതാണ് ചോദിച്ചത്. ഇവർക്ക് എന്ത് തരത്തിലുള്ള സഹിഷ്ണുതയാണ്? K. ഗോവിന്ദൻ എന്ന് പറയുന്ന കണ്ണൂരിലെ സഖാവ് ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ട് ഒരാളാണ്. എത്രയോ കാലം കണ്ണൂർ പ്രവർത്തിച്ച ഒരു സഖാവാണ്. ആ സഖാവ് വോട്ട് ചെയ്യാനായിട്ട് വന്നപ്പോൾ ചുറ്റും കൂടി നിന്ന് സഖാക്കളെല്ലാം കൂക്കുകയായിരുന്നു ചെയ്തത്. ഇതാണ് യഥാർത്ഥത്തിൽ ഫാസിസം. ഈ ഫാസിസം എന്ന് 24 മണിക്കൂറും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ ഫാസിസം ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്? അത് കേരളത്തിന്റെ മണ്ണിൽ അല്ലെങ്കിൽ ജനാധിപത്യം പൂത്തെളിയുന്ന ഒരു സ്ഥലത്തിൽ പ്രവർത്തിക്കാൻ അതിന് യോഗ്യതയുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ ഈ ഒരു ജനാധിപത്യം അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അതിനൊപ്പം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഇവരുടെ ഒരു ഐഡിയോളജിക്ക് യാതൊരു അഡാപ്റ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടോ? നമ്മളിപ്പോൾ കണ്ണൂരൊക്കെ ഉള്ള പല പാർട്ടി ഗ്രാമങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ മറ്റു പല പാർട്ടികൾക്കും പ്രവർത്തിക്കാൻ പോലും അനുമതിയില്ല. മറ്റു പല പാർട്ടികൾക്ക് ബൂത്ത് ഏജന്റായി അല്ലെങ്കിൽ ബൂത്ത് ഏജന്റുമാരെ സ്ഥാപിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. അപ്പോൾ ഇവർ ഈ പറയുന്ന യഥാർത്ഥത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതയും അതോടൊപ്പം തന്നെ ഫാസിസ്റ്റ് പ്രവണതയും ഇവർ തന്നെ കണ്ണാടിയിലാണ് നോക്കേണ്ടത് അല്ലെ? ഇവരുടെ മുഖം വെച്ചുകൊണ്ട് ഇവർ തന്നെയാണ് കണ്ണാടിയിൽ നോക്കേണ്ടത്. അതിനുശേഷം വേണം ഇവർ PM ശ്രീയെ പറ്റിയിട്ടും മറ്റു പദ്ധതികളെ പറ്റിയിട്ടും എല്ലാം വേവലാതികളും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഹിറ്റ്ലറിന്റെ അതേ പദ്ധതിയാണ് RSS നടപ്പിലാക്കുന്നതാണോ? RSS നടപ്പാക്കുന്നത് ഹിറ്റ്ലറിന്റെ അതേ പദ്ധതിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഹിറ്റ്ലർ നടത്തിയ പോലെ ജൂതന്മാരെ വംശീയപരമായിട്ട് ഉന്മൂലനം ചെയ്തതുപോലെ RSS ഇവിടെ വംശീയപരമായിട്ട് ഉന്മൂലനം ചെയ്തിട്ടുള്ളത് ആരെയാണ്? അല്ലെങ്കിൽ സംഘടിതമായിട്ട് ഹിറ്റ്ലർ വംശീയ ജൂതന്മാരെ ഉന്മൂലനം ചെയ്ത അതേ പ്രക്രിയയിൽ RSS ഉന്മൂലനം ചെയ്തിട്ടുള്ള വിഭാഗം ഏതാണ്? അതുകൂടി ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടേണ്ടതാണ്. അങ്ങനെ RSS ആരെങ്കിലും ഉന്മൂലനം ചെയ്തതായിട്ട് അറിവുണ്ടോ?
വംശീയപരമായിട്ട് ഉന്മൂലനം ചെയ്തതായിട്ട് അറിവുണ്ടോ? വംശീയപരമായിട്ട് ആരും അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അതല്ലാതെ വംശീയപരമായിട്ട് ഈ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ബാക്കി കാണുമോ? ഞാനിപ്പോൾ RSSനെ പിന്തുണയ്ക്കാൻ പറയുകയല്ല. അങ്ങനെ RSS വംശീയമായിട്ട് ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നമുക്കറിയാം 19 സംസ്ഥാനങ്ങൾ അവർ ഭരിക്കുന്നു. പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സകല പദവികളും അവർ കൈയടക്കി വെച്ചിരിക്കുന്നു. കേരളത്തിൽ മാത്രമാണ്, കേരളത്തിൽ പോലും 10-20% വോട്ടുണ്ട്. അത് നല്ല സംഘടനാ സംവിധാനമുണ്ട്. ആകപ്പാടെ ലോക്സഭയിൽ മാത്രമാണ് അവർക്കൊന്ന് അടിവതറിയത്. അതിനു മുമ്പ് അങ്ങനെ അവർ ശ്രമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ ബാക്കി കാണുമോ? അപ്പോൾ ഈ ബിനോയ് വിശ്വത്തെ പോലുള്ള വ്യക്തികൾക്ക് യഥാർത്ഥ ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാതെ വെറും പാർട്ടി ക്ലാസ് പോലെ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇതെല്ലാം പുച്ഛിച്ച് തള്ളും. ഇത് ഇവരുടെ പാർട്ടി പ്രവർത്തകരോട് ഇവർക്ക് വേണമെങ്കിൽ ഇത് തുറന്നു പറയാം. ബിനോയ് വിശ്വത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ ബോധം, ഈ NEP-യിൽ കൃത്യമായിട്ട് ദേശീയ ബോധം കുട്ടികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത് രൂപപ്പെടുത്തരുത് എന്നാണ് പറയുന്നത്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റഷ്യയിൽ നോക്കിയാലും, നമ്മളത് ചൈനയിൽ നോക്കിയാലും, നമ്മൾ മറ്റു പല രാജ്യങ്ങളിൽ നോക്കിയാലും അവിടെയെല്ലാം അവർ ഉദ്ബോധിപ്പിക്കുന്നത് അവരുടെ ദേശീയതയാണ്. പക്ഷേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ബോധിപ്പിക്കുന്നത് മറ്റു രാഷ്ട്രങ്ങളിലെ ദേശീയതയാണ്. അതല്ലാതെ ഒരിക്കലും ഇന്ത്യൻ ദേശീയതയല്ല അവർ മുന്നോട്ട് നയിക്കുന്നത്. അറേബ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റ് ഈജിപ്ത് ആയിക്കോട്ടെ, ടർക്കി ആയിക്കോട്ടെ, ഇവരെല്ലാം പ്രചരിപ്പിക്കുന്നത് അർജുൻ പറഞ്ഞ പോലുള്ള അവരുടെ ദേശീയതയാണ്. എല്ലാ രാജ്യവും പ്രചരിപ്പിക്കേണ്ടത് അവരുടെ ദേശീയത തന്നെയാണ്. ഇവർ പക്ഷേ അങ്ങനെയല്ല. ഇവരൊരു പാൻ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു പോരുന്നത്. അല്ലാതെ ഇന്ത്യയുടെ ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നയമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. സി അച്യുതമേനോൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ പതനം അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള വളർച്ച ഉണ്ടാകാത്തതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യയെ മനസ്സിലാക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയിട്ടില്ല എന്ന് ആദ്യം അദ്ദേഹം പറയുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നു, ഒരു കാലത്ത് വിവേകാനന്ദനെയും ശ്രീനാരായണ ഗുരുവിനെയും അതേപോലെ തന്നെ ഔറോബിന്ദോ ഇത്തരത്തിലുള്ള കുറേയധികം ആളുകളുണ്ട്. ഇവരെയൊക്കെ പുച്ഛിച്ച് തള്ളിയ ആളുകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അതെ, ശ്രീനാരായണ ഗുരുവിനെയൊക്കെ പുച്ഛിച്ച് തള്ളിയിട്ടുള്ള ഒരു കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 15 വരെ ആപത്ത് 15 എന്ന് വിളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസങ്ങളെ മികവുറ്റ രീതിയിലേക്ക് ഉയർത്തുന്ന ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ പുരോഗമനം എവിടെയുണ്ടോ അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ കേസിലാണെങ്കിലും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ വൽക്കരണത്തിന്റെ കേസിലാണെങ്കിലും ഇനി ഒടുവിൽ ഇതാ എല്ലാ പദ്ധതികൾക്കും അവർ ഈ പറയുന്ന പോലെ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് എതിർക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ പണ്ടത്തതുപോലെ അവർക്ക് സമരം സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല. ആളുകൾക്ക് ബോധം വെച്ച് തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനിയും ബിനോയ് വിശ്വം അടക്കമുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതെല്ലാം പുച്ഛിച്ചു തള്ളുന്ന ഒരു കാഴ്ച മാത്രമേ നമ്മൾ കാണുന്നു. അദ്ദേഹം ഒരു പരിഹാസ കഥാപാത്രമായി മാറുകയാണ് ബിനോയ് വിശ്വം. MV ഗോവിന്ദനെ പോലെ ഒരു പരിഹാസ കഥാപാത്രമായി ബിനോയ് വിശ്വം മാറാതിരിക്കട്ടെ, അത് മാത്രമേ നമുക്ക് പറയാം. മാറിയല്ലോ, ഇത് പറഞ്ഞുകൊണ്ട് മാറിയല്ലോ. അതെ, ഏകദേശം മാറി. അല്ലാതെ ഹിറ്റ്ലറിന്റെ പദ്ധതിയുമായി RSSന്റെ പദ്ധതി എങ്ങനെയാണ് തുലനം ചെയ്യാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലുള്ള ഏതാണ്ട് 6 മില്യണോളം വരുന്ന ജൂതന്മാരെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ആ വംശീയ ഉന്മൂലനം, അത്തരത്തിലുള്ള ഒരു വംശീയ ഉന്മൂലനം എവിടെയാണ് RSS നടത്തിയിട്ടുള്ളതെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കണം. അത് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ. അത് വ്യക്തമാക്കാത്തത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ വിശ്വസിക്കാൻ കുറെ പൊട്ടന്മാരായിട്ടുള്ള അണികളുള്ളത്. കാരണം കമ്മ്യൂണിസത്തിന്റെ ഒരു കരുത്ത് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും യാതൊരു മന്ദബുദ്ധികളായിട്ടുള്ള അണികളാണ്. ആ മന്ദബുദ്ധികളായിട്ടുള്ള അണികളാണ് ഇദ്ദേഹത്തിന്റെ കരുത്ത്. അത് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം നേതാവായിട്ടും ഈ അണികൾ മന്ദബുദ്ധികളായിട്ടും തുടരുന്നത്.